ഇതൊരു ഉള്ളിക്കറി വയ്ക്കാനാണ്. നമ്മൾ മുട്ടക്കറി പോലെ വെച്ചിട്ട്, അല്ല മുട്ട ഇടത്തില്ല. ഈ വ്രതം പിടിക്കുന്നവർക്കുള്ള വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മുട്ട ഇടാതെ ഒരു കറി വയ്ക്കുന്നതാണ്. നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാപ്പാൽ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടെ ചേർക്കും. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ചുവക്ക വഴറ്റണം, വഴറ്റിയെടുക്കണം. അതെ, കുറച്ച് എണ്ണ ഒഴിക്കുക. അതെ, കുറച്ച് എണ്ണ ഒഴിച്ചു, തീ കുറച്ചു ഒഴിച്ചിട്ട് ഈ സവാള ഇട്ട് കൊടുക്കണം. സവാള നല്ല മൂത്ത് നമ്മൾ തക്കാളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളി, വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നല്ല ചുവക്ക വഴറ്റണം. ഇത് നല്ല ചുവക്ക വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സിയിലടിക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് ശകലം കടുക് ഇട്ടു. അത് പൊട്ടി വരുമ്പോൾ കറിയൊക്കെ തീ അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടേ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഉണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നല്ലതുണ്ട് ഇട്ടങ്ങ് നല്ല മൂപ്പിക്കണം. നല്ല മൂത്തായി. ഉണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ചത് ഇട്ട് നല്ല മിക്സ് ചെയ്യണം. എണ്ണ തെളിയുന്നത് വരെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നല്ല തിക്ക് ഗ്രേവിയും കിട്ടും. ഇപ്പം 2 ഉള്ളിയ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അത് വെച്ച് നമുക്ക് ഒത്തിരി പേർക്ക് വിളമ്പാം. അതെ, ഇതല്ലേ. ഇനി ഇത് ആ ജാറ് കഴുകിയ വെള്ളമാണ്. നമ്മൾ ഇത് അരച്ചില്ലേ, ഉള്ളി അരച്ച് ഫ്രഷ് ചെയ്തേണ്ട കണ്ടേ, ഒന്നും ഇതായതേ ഉള്ളൂ. നല്ല വെള്ളം ഒഴിക്കുക. അതിൻ്റെ ഇതിന് തിളക്കട്ടെ. ഉപ്പിടണം ആവശ്യത്തിന്. കണ്ട ഇതിൻ്റെ വെള്ളം ഈർപ്പങ്ങ് പോകണം. നല്ല തേങ്ങാപ്പാൽ ഒഴിക്കാവൂ. കുറച്ച് ഗരം മസാല എന്നുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പമെല്ലാം പോയണ്ട. എണ്ണ തെളിഞ്ഞേ. ഇനിയാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. രണ്ട് തെളിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇത്രയും വെള്ളം അതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ട്. വേണമെങ്കിൽ ഒഴിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ വേണ്ട, ഇത്രയേ ഉള്ളൂ. ഷെയർ ചെയ്ത് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം.